Hello, my dear friends and my dear students. We completed 12 tenses in the previous classes. In this class, you will get the complete idea of these tenses once more. ഈ 12 ടെൻസിന്റെയും ഐഡിയ നിങ്ങൾക്ക് ഒന്നും കൂടെ തരികയാണ്. ആൻഡ് ഹിയർ യു വിൽ ഗെറ്റ് ദ ഫോർമുല ഓഫ് ഓൾ ടെൻസസ്. 12 ടെൻസിന്റെയും 12 ഫോർമുലയും എല്ലാം ബോർഡിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്ലാരിറ്റിയുടെ ഒരു കുറവുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കറക്റ്റ് വ്യൂവിൽ നിങ്ങൾക്ക് എല്ലാ ഫോർമുലയും സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അങ്ങനെ എല്ലാത്തിന്റെയും നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമായി ക്ലാസ്സുകൾ കാണുക. ഇതൊരു മൊത്തത്തിലുള്ള ഒരു ഐഡിയ ആണ്. നോക്കൂ, സിമ്പിൾ പ്രസന്റ്, subject plus V1 plus S or ES or base verb plus object. That means a subject plus V1 plus object. Then subject plus V2 plus object. That is simple past. Then subject plus will or shall plus V1 plus object. ഈ മൂന്ന് സിമ്പിൾ ഫോംസും, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കണം. അങ്ങനെ വേണം പഠിക്കാൻ. കമ്പയർ ചെയ്ത് പഠിക്കുക, വെരി ഈസി ആയിരിക്കും. V1 ഇവിടെ V2. ഹിയർ other two words will or shall plus V1 plus object. അവിടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി വില്ലും ഷാളും മാത്രമേ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഇതൊക്കെ നോക്കി വെച്ചേക്കുക. കണ്ടിന്യൂസിലേക്ക് നോക്കുമ്പോൾ നോക്ക്, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. പ്രസന്റ് ആം ഓർ ഈസ് ഓർ ആർ, വാസ് വേറായി, അത്രേ ഉള്ളൂ വ്യത്യാസം. ആമും ഈസും വാസ് ആയി, ആറ് വേറായി. ആ ഫോർമുല ഓക്കെ അല്ലേ? ബാക്കിയെല്ലാം അത് കണക്ക് തന്നെ. ഫ്യൂച്ചർ കണ്ടിന്യൂസിലേക്ക് പോകുമ്പോൾ will or shall plus verb plus ബി ഉണ്ട്, ഇടയ്ക്കൊരു ബി ഉണ്ട് കേട്ടോ. will or shall plus ബി പ്ലസ് verb plus ing plus object. ബി ഇല്ലെങ്കിൽ തെറ്റാണ്. ഓക്കെ, ഫ്യൂച്ചർ കണ്ടിന്യൂസ് will or shall plus ബി പ്ലസ് verb plus കണ്ടോ, ചേഞ്ച് നോക്കിയേ. will shall be ആയി, verb plus ing. കണ്ടിന്യൂസിനെല്ലാം ing ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ വെച്ചേക്ക. വേർബിനോടൊപ്പം ing ഉണ്ടാകും, B4 ഉണ്ടാകും. പ്രസന്റ് പെർഫെക്റ്റ്, സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ്. ഇവിടെ ഹാസ് ഓർ ഹാവ് പ്ലസ് എന്തായി? ഹാഡ് ആയി. വേറെ ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല. ഇവിടെ V3, ഇവിടെ V3, അവിടെ V3. നോക്കിയാൽ മതി. പെർഫെക്റ്റിനെല്ലാം V3 ഉണ്ടാകും. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ക്ലിയർ ആയി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബോർഡിൽ ഫുൾ എഴുതിയിട്ടിട്ടുണ്ട്. ഒറ്റ ഫ്രെയിമിൽ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ സാധിക്കും. ഫ്യൂച്ചർ പെർഫെക്റ്റ് നോക്ക്, will or shall plus have plus V3. അത് സബ്ജക്ട് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഹാവ് ആണ്. ക്ലാസ്സുകൾ നോക്കുക. ഓക്കെ, ലൈക്ക് ഇവിടെ നോക്ക്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നോക്ക്, ഇവിടുത്തെ ചേഞ്ച് കണ്ടോ, ഹാസും ഹാവും ഇവിടെ ഹാഡ് ആകുന്നു. അത്രയും മാറ്റമേ ഉള്ളൂ. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ എന്താകുന്നു? ഹാഡ് ബീൻ ആകുന്നു. ഹാസും ഹാവും ഹാഡ് ആകുന്നു. ക്ലിയർ ആണല്ലോ. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് പോകുമ്പോൾ റയർലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടെൻസ് ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നോക്ക്, സബ്ജക്ട് പ്ലസ് will or shall plus have plus been plus verb plus ing plus object. ഇത് വലുതാണ്, ലെങ്തി ആണ്. have plus been plus verb plus ing plus object. ഇങ്ങനെ ഫുൾ ഫോർമുലയും ഡിഫറെന്റ് ടൈപ്സും ഉണ്ട്. ഇത് പ്രസന്റിന്റെ 4 എണ്ണം, ഫ്യൂച്ചറിന്റെ 4, പാസ്റ്റിന്റെ 4, ഫ്യൂച്ചറിന്റെ 4. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ഡിഫറെന്റ് ഫോംസ് ആണ്. നെയിം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിൾ പ്രസന്റിന്റെ ആണ് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് ടെൻസിന്റെ ആണ് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി ഓരോന്ന് എന്താണെന്ന് ഞാൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ നോക്കിയാൽ മതി. ഇതാണ് ഇതിന്റെ ഫോർമുല. സബ്ജക്റ്റ് കാണും, വേർബ് കാണും, ഒബ്ജക്റ്റ് കാണും, കർത്താവ്, അതുപോലെ ഒരു ആക്ഷൻ വേർഡ്, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഒരു പദം കാണും, ഒബ്ജക്റ്റ് കാണും. കൂടാതെ ഇങ്ങനെയുള്ള ഓക്സിലറി വെർബ്സ്, പ്രൈമറി ഓക്സിലറിയും അതുപോലെയുള്ള ഓക്സിലറി വെർബ്സും കൂടെ ചേരുമ്പോൾ അതിന്റെ ഫോർമുലയാകുന്നുണ്ട്. ഓക്കെ, ഓൾ മീൻസ് അതേഴ്സ്. ഈ ഒബ്ജക്റ്റ് മാത്രമായാലും വേറെ എന്തും കോംപ്ലിമെന്റും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഫോർമുല നോക്കുക, എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കുക. എല്ലാം ബോർഡിൽ തന്നെ കൃത്യമായിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കുറച്ചും കൂടെ ക്ലിയർ കട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇതെല്ലാം കോളം വൈസ് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലേക്ക് വരിക. ഓക്കെ, പക്ഷേ ഈ സബ്സ്ക്രൈബ് ചെയ്യാനും
അതുപോലെ ബെൽ ബട്ടൺ, ഓരോ വീഡിയോസ് ഇടുമ്പോഴും ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തണമെന്ന് ഒരു അപേക്ഷയുണ്ട്. സോ അതോടൊപ്പം ഈ കാര്യങ്ങളും പഠിച്ചു പോവുക. ഇത് നിങ്ങൾക്കറിയാം, ഈ LP UP എക്സാമിനും ഒക്കെ ചോദിക്കാൻ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒന്നാണ്. ടെൻസ് ആൻഡ് ടൈം ഒരു പോർഷൻ ആണ്. അതുപോലെ തന്നെ കുറച്ച് 10th 9th ക്ലാസ്സുകളിലും ഒക്കെ വേണം. ഏത് കേറ്ററ്റ് ആകട്ടെ, ഏത് ഏരിയയിലും ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടോപ്പിക്സ് എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് കേട്ടോ, ഇന്റർ റിലേറ്റഡ് ആണ്. ഒന്ന് പഠിച്ചാലേ അടുത്തത് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് കൃത്യമായി നോക്കിയതിന് ശേഷമേ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാവൂ. ഓക്കെ.